ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഭാഗം ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എടുത്തതെന്നൊക്കെ ഉള്ളത് അത് കാണിക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നൊന്നുമില്ല. അപ്പം വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്നലെ ഉണ്ടല്ലേ വീഡിയോ അബദ്ധം പറ്റി അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. 2 മണിയായപ്പം ഞാൻ നോക്കണേ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മായയുടെ മെസ്സേജ് വന്നത്, ചേച്ചി ഇന്ന് വീഡിയോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞത് ആണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനെ കൊണ്ട് മറുപടി കൊടുത്തതല്ല. ഉടനെ മായ വന്നു ചേച്ചിന്ന്. അങ്ങനെ ഒരു അബദ്ധം പറ്റി ഇന്നലെ. വീഡിയോ ഇടാൻ ഇച്ചിരി ഇതായിപ്പോയി. പിന്നെന്തുവാ, പിന്നെ ഒന്നുമില്ല. പിന്നെ മായ തന്നെ പറയുക, ഞാൻ എപ്പോഴും ചിന്തിക്കും ഇങ്ങനെ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ചേച്ചിക്കൊന്നും എടുക്കാറില്ലേന്ന്. സത്യം പറയാം, ഞാനങ്ങനെ ഡ്രസ്സൊന്നും എടുത്ത് ഇങ്ങനെ നമ്മൾ ആയാലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു മീൻസ് എന്തുവാ ലാവിഷായിട്ടങ്ങ് എല്ലാം ചിലവാക്കും. അപ്പം ഞാനും കൂടെ അങ്ങനെ ആയാൽ പറ്റത്തില്ലല്ലോ. ആരെങ്കിലും ഒരാൾ ഇത്തിരി ഒന്ന് പിടിച്ചു വെക്കണ്ടേ. അതുകൊണ്ട് എവിടെയെങ്കിലും പർച്ചേസിങ്ങിന് പോകുമെങ്കിൽ ഹസ്ബൻഡ് കണ്ണി കാണുന്ന എല്ലാം അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്ന് പറയും. എന്നിട്ട് ഞാൻ പറയും വേണ്ട 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 എന്നൊക്കെ. അപ്പം ഞാനങ്ങനെ ഡ്രസ്സൊന്നും എടുത്ത് അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്താലത് സത്യം പറഞ്ഞാൽ കീർത്തനം വരെയൊക്കെ അതിനെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലേ ഞാനത് മാറ്റാറുള്ളൂ. അങ്ങനെ ഡ്രസ്സുകളൊന്നും എടുക്കാറില്ല. പിന്നെ എൻ്റെ നൈറ്റി എന്ന് പറയുന്നത്, ഇപ്പം നൈറ്റികൾ ഞാൻ പെട്ടെന്ന് എടുക്കുന്നത് പറയുന്നത് എന്നെ പെട്ടെന്ന് വിയർക്കുന്ന ശരീരമാണ്. അപ്പം നൈറ്റികളാകുമ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ എൻ്റെ കക്ഷം ഒത്തിരി അങ്ങ് വിയർക്കുന്നത്. അപ്പം കക്ഷം വിയർത്ത് ദിവസം 1ഉം 2ഉം ഈ ചൂട് സമയത്ത് എനിക്കിങ്ങനെ വിയർക്കുന്ന സമയത്ത് 1ഉം 2ഉം ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. ഇത് നാരങ്ങ അരിഞ്ഞിട്ട് ടേബിൾ കൊണ്ടുപോയി വെച്ചേക്കുക അതാ. അപ്പോൾ പിന്നെ ഡ്രസ്സ് എൻ്റെ അത് വിയർക്കുന്നുണ്ട്, അവിടെ കീറും. അങ്ങനെ ഇപ്പം ഞാൻ വീണ്ടും 3 എണ്ണം എടുത്താൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല. നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലേ. അപ്പം ഞങ്ങൾ ഒരു വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും ഒരുപോലെ ലാവിഷായിട്ട് ജീവിച്ചാലേ ജീവിക്കാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. മായ കണ്ടോണ്ടേ അതാ പറഞ്ഞത്. കൊതുക് ഇവിടെ വാ, കൊതുകേ ഓടിപ്പോയി. ബാറ്റെടുത്തുണ്ടേ കൊതുകിന് മനസ്സിലായി, നീങ്ങി വാ, ഒരെണ്ണകത്ത് കയറിയിട്ടുണ്ട്. വൈകുന്നേരം ആയാൽ പിന്നെ 5 മണി ആയപ്പോഴേ ഞാൻ ആ നെറ്റ് ഇടും. എന്നാലും എവിടുന്നേലും ഒക്കെ വരും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പക്ഷേ ആ നൈറ്റി എനിക്ക് എന്താ പറ്റിയെന്നോ, സെയിം അളവാണെന്ന് അവർ പറഞ്ഞിട്ടും കഴുത്ത് എനിക്ക് ഒത്തിരി ഇങ്ങനെ കയറിയിരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് വെപ്രാളം വരും ഒരു ഇത്തിരി. ബാക്കിയെല്ലാം കറക്റ്റാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നീ അതിനേക്കായി കൂടിയ ഒരു സൈസ് എടുക്കും. മറ്റേത് അവർ നല്ല പ്യുവർ കോട്ടൺ, പക്ഷേ എനിക്ക് കോട്ടനാന്ന് പറയുന്നത് അവർ പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തുണികൾ നോക്കിയെടുക്കാം. ബെൻസിയായിരുന്നു എനിക്ക് ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് തരുന്നത്. നമുക്ക് നല്ലതായിട്ട് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ അറിയാം, കോട്ടനാണോ എന്തോന്നൊക്കെ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു, ആൻറ്റി പോൾമോന് ടീഷർട്ടിനേക്കായി ഷർട്ടാണ് ചേരുന്നത്. അത് എനിക്കും അറിയാം. ഇവിടെ റീച്ചാനും പറയാം, എടാ നീ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ ഷർട്ട് ഇട്ട് ശീലിക്കണം, നീ ഷർട്ട് ഇടണം. ഈ ചൊക്കെ ഇടത്തില്ല, ബൈ ചാൻസിൽ എങ്ങാണെങ്കിൽ ഷർട്ട് ഇടത്തുള്ളൂ. ഈ പിള്ളേരെ എന്തോ ചെയ്യാനാണ്. എനിക്കും ഇഷ്ടമാണ് ഷർട്ട് ഇട്ട് കാണുന്നതാണ്. അപ്പോൾ നല്ലൊരു ഒതുക്കമൊക്കെ ഉണ്ട്. ടീഷർട്ടിനേക്കാൾ എനിക്കിഷ്ടമാണ് ഷർട്ട് ഇടുന്നതാണ്. ഞാനിപ്പം ഈ കമൻറ്റ് അവനെ കാണിച്ച്. ചിലരില്ലേ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലേ. എന്തുവന്ന് നോക്കട്ടെ ഇനി മറുപടി. ഓക്കെ. അപ്പോൾ രാവിലെ പാവ് ഭാജിയായിരുന്നു. അപ്പം കുറച്ച് വെജിറ്റബിൾസൊക്കെ ആയിരുന്നു ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ടൊമാറ്റോ കുറച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് സവാള എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ പിന്നെ കുക്കറിൽ നിന്ന് വെള്ളം വാർത്തിട്ട് അതൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ കുക്കറിൽ ഇങ്ങനെ ഒന്ന് അരയ്ക്കുകയോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കുക്കറിലും പോട്ടെ മിക്സിയിൽ അതൊന്ന്, കാരണം പിള്ളേർക്ക് കഴിക്കാനായിട്ട് അവർ ഈ വെജിറ്റബിൾസ് മാറ്റി വെക്കുന്നതുകൊണ്ട് അവർക്കതൊന്ന് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ഉടച്ചെടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യുക. എന്നിട്ട് ഞാൻ സവാളയും വഴറ്റി
ആ മട്ടറും ഒന്ന് കുറച്ചൊന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ജീരകപ്പൊടി, ഇച്ചിരി ഗരം മസാല, പിന്നെ പാവ് ഭാജി മസാല 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ ടൊമാറ്റോ ഞാനൊന്ന് അരച്ചെടുത്തായിരുന്നേ. എന്നിട്ട് അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് മസാലയൊക്കെ ഒന്ന് വെന്ത് ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടച്ച വെജിറ്റബിൾസ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും കാണിക്കുന്നേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങ് പെട്ടെന്നങ്ങ് സ്പീഡിൽ പോയതേ. അപ്പോൾ ഞാൻ ആ വെജിറ്റബിൾസ് കൂടി ഇതിലിട്ടിട്ട് ഇത്രയും സ്മാഷ് ചെയ്ത് എടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ ഈ പിള്ളേർ വെജിറ്റബിൾസ് മാറ്റി വെക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തത്. അപ്പോൾ ഈ പാവ് ഭാജിയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. എന്നിട്ട് തിളച്ച് വരുമ്പം ലാസ്റ്റിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പാവ് ഭാജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ ആ ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കട്ടെ. എന്നിട്ട് എല്ലാവർക്കും ചായ കൊടുക്കട്ടെ. അപ്പം ഞാനിവിടെ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഞാൻ ചിലപ്പം കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാറില്ല. കാരണം ഈ കോവയ്ക്ക അരിഞ്ഞുടനെ അങ്ങ് കിശായിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം അത് മെഴുക്ക് പുരട്ടി വെച്ചാലും അല്ല നമ്മൾ വേവിക്കാതെ വെച്ചാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ചീനച്ചട്ടിയിൽ ഈ കോവയ്ക്കയും ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റാനായിട്ട് വെച്ച് അതിൻ്റെ അകത്ത് ഒരു ക്യാരറ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കുറച്ച് വെന്തതിന് ശേഷം ഇങ്ങനെ ചീനച്ചട്ടിക്കകത്ത് ഈ പാൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒരു സവാള ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി. കുറേ സമയം എടുത്ത് ഇതൊന്ന് വഴന്ന് വരാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് പക്ഷേ ആക്ച്വലി തോരൻ വെക്കാൻ ഈ കോവയ്ക്ക നല്ലതായിരുന്നു. മെഴുക്ക് പുരട്ടിക്ക് അത്ര എനിക്ക് ഈ മെഴുക്ക് പുരട്ടി വെക്കുമ്പം ഇത്തിരി ഒരു നല്ല വിളഞ്ഞ് ഇത്തിരി കളർ പോലെ വരുന്ന കോവയ്ക്ക മെഴുക്ക് പുരട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ചിലർക്കൊന്നും ഇഷ്ടമല്ല. ഇത്തിരിയേലും പഴുത്ത കളർ പോലുള്ളത് മെഴുക്ക് പുരട്ടി ഉപയോഗിക്കുന്നതിന് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എനിക്ക് നേരെ തിരിച്ച് എനിക്കത് ഇത്തിരി ഇഷ്ടവും. പക്ഷേ ഈ കോവയ്ക്ക നമുക്ക് തോരൻ വയ്ക്കാനായിരുന്നു നല്ലത്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ടേ. അതിനുശേഷം പിന്നെ മീനൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നീട് നമുക്ക് അപ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിക്ക് പറ്റും. പിന്നെ ഇനി ഈ തോരനൊക്കെ വെക്കുന്നത് നമുക്ക് വൈകിട്ടത്തേക്കിന് മതി. അപ്പോൾ ആ മീൻകറി ഞാൻ തിളപ്പിച്ച് വെച്ചില്ലെങ്കിൽ അത് പിന്നെ പന്നലാകും. അതുകൊണ്ട് അതങ്ങ് തിളപ്പിച്ച് വെച്ച് പിന്നെ തോരൻ വെക്കുന്നത് ബീൻസാണ് വെക്കുന്നത്. അപ്പം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബീൻസൊക്കെ ഞാൻ ഇന്നലെ ഒന്ന് അരിഞ്ഞ് വെച്ചായിരുന്നു. സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് റെഡിയാക്കാം. ഇപ്പം മീനൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ ഒന്ന് അറിഞ്ഞ്. പക്ഷേ ഇവിടെ മലാടി പോവുകയാണെങ്കിൽ ഒരു 10-10:30 പോകുന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ പോവുകയാണെങ്കിൽ ഇവിടെ രാവിലെ തൊട്ടേ ഉണ്ട് മലാടിൽ, 5 മണി തൊട്ടേ ഉണ്ടെന്ന അറിവ്. അപ്പോൾ ഈ റോഡിലൊക്കെ ഇരിക്കുമെന്ന് പറയുന്നു. അന്നേരം ഈ പ്രോൺസൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അതൊക്കെയാണ് ഈ റോഡിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീച്ചാൻ അങ്ങനെ സമയമില്ല. സമയം കിട്ടുമായിരുന്നെങ്കിൽ ഒന്ന് പോയാൽ കൊള്ളായിരുന്നെന്നുണ്ട്. മീനെല്ലാം ഇപ്പം തീർന്നു. ഇനിയിപ്പോൾ ഇച്ചിരി അയലയും കുറച്ച് മത്തിയമേ ഇരിപ്പുള്ളൂ. അപ്പം തോരനൊക്കെ അടപ്പത്ത് വെച്ചു. അതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. തോരനൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ബീൻസ് തോരൻ, സാമ്പാർ, പിന്നെ നമ്മുടെ മീനും ഉണ്ട്. അപ്പോൾ മീൻ ഇങ്ങനെ വറ്റിച്ചെടുത്തത് കൊണ്ട് ഇന്നലത്തേനേക്കായി ഇന്നാണ് നല്ലത്. പുളിയൊക്കെ നന്നായി അങ്ങ് കയറി പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഉച്ചക്കത്തെയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഇവിടെ എല്ലാവർക്കും വിശക്കുന്നു. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കാണും. ഇന്ന് ബിസ്ക്കറ്റും ഒന്നും ഇല്ലാതെ പിള്ളേർക്ക്. അപ്പോൾ പോൾമോൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നാൽ പോയി സമോസ വാങ്ങിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ അവൻ പോയി സമോസ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ വൈകിട്ട് എല്ലാവരും സമോസ കഴിച്ചു. പിന്നെ അവർക്ക് ചായയും കൊടുത്തു, സമോസയും കൊടുത്തു. അപ്പോൾ ഇനിയും കാണിക്കുന്ന വീഡിയോ അന്നത്തെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോയാണ്. പ്രൈസിന് ഡിമാർട്ടിൽ നിന്ന് വീട്ടിലിടാൻ നിക്കർ വേണമായിരുന്നു. ഇത് നോക്ക്, ഇട്ട് നോക്ക്. എന്നിട്ട് വീട്ടിലിടാനായത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അവനെ കൊണ്ടുപോകാനില്ല, അവരെ ഞങ്ങളെങ്കിൽ വിട്ടായിരുന്നേ. എന്നിട്ടാണ് ഞങ്ങൾ ഡിമാർട്ടിൽ പോയത്. ഇത് രണ്ടും ഒരു കളറിൽ വെച്ച് വ്യത്യാസമുണ്ട്. കറക്റ്റാണ്. ഇതിട്ട് നോക്ക്, ഇതിട്ട് നോക്ക്. പിന്നെ ഡിമാർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്ഥിരം അവരുടെ കയ്യിൽ നിന്ന് ഈ നൈറ്റ് വാങ്ങിക്കുന്നത് നല്ല പ്യുവർ കോട്ടനാണ്. ₹400. അപ്പോൾ എനിക്കിത് ഫുൾ സൈസ് ആയതുകൊണ്ടാണ് 400. ഫുൾ സൈസിൽ ഇതിനേക്കാൾ സൈസ് വലുതുണ്ട്. ഇതിനേക്കാൾ ഇപ്പോൾ എൻ്റെ കൈ വണ്ണം കുറവുള്ളവർക്കാണെങ്കിലും 300 ഉള്ളതുണ്ട്. ഇതൊന്ന്, ഇത് തുണി സെയിമ, പാറ്റേൺ വേറെ ടൈപ്പാണ്. ഇതൊന്ന് ഇങ്ങോട്ട് വന്നേ. കറക്റ്റ് മമ്മിയുടെ അളവ് ശരിയാണല്ലേ, കാണുന്നില്ലല്ലേ? ഇച്ചി ഇവിടെ താപ്പോട്ട. കറക്റ്റ്. ഇനി ഊരിക്ക കഴുകിയിട്ടിട്ടാൽ മതി മക്കളെ. ചെടി കോൺസാ എന്നാൽ അവളോട്ട് എനിക്ക് അമ്മ എടുക്കാൻ വീഡിയോ. നിക്കറും പരുവാണ്. മമ്മിയുടെ സ്ഥലം നിക്കർ ഒരു ഇച്ചിയും കൂടെ വലുതായിരുന്നെങ്കിൽ കുഴപ്പം. അപ്പോൾ പറഞ്ഞ വലിയതായിരിക്കും. ഞാൻ പറയില്ല, കറക്റ്റാണ്. ഇഷ്ടമായോ? നമ്മൾ മറ്റേടത്തുനിന്ന് വാങ്ങിച്ചത് ഞാൻ കാണിക്കാം. അത് ബ്രാൻഡഡാണ്. ഇവനൊരു ജീൻസ് എടുത്തു പ്രൈസിന്. ഇത് പ്രൈസിന് അവിടെ നിന്ന് എടുത്തതാണ്. ഇത് ഡിമാർട്ടിൽ നിന്നല്ല കേട്ടോ. ഇത് എഴുതിയേക്കുന്നത് 1020 ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 495. ഇതും പ്രൈസിൻ്റെയാണ്. ഇത് പപ്പായ്ക്ക് എടുത്തതാണ്. പപ്പ റീച്ചാന്. ഫോണ് ചെന്നുടനെ കറുപ്പിൻ്റെ അകത്ത് കയറി പിടിച്ച്. ഞാൻ പറഞ്ഞ് കറുപ്പിൻ്റെ അകത്ത് പിടിക്കണ്ടാന്ന്. ഈ ഒരു ടൈപ്പ് എടുത്തു. ഈ ഒരു കളർ. ഇത് ഫുൾ കൈയാണ്. കവറിടുമോനെ. ഈ ഒരു കളർ എടുത്തു. പിന്നൊരു മെറൂൺ കളർ എടുത്തു. ഇതും ഫുൾ കൈയാണ്. ഇട്ടില്ലേ നമ്മൾ കളർ.
അപ്പോൾ ഇത്രയൊക്കെ നമ്മളിന്ന് വാങ്ങിച്ചില്ലേ. പിന്നെ ഫ്രൈസൻ മോനൊരു ഇന്ത്യ ടിഫിൻ ബോക്സ്, പിന്നെ ഡിമാർട്ടിൽ നിന്ന് റുമാൽ വാങ്ങിച്ചു, കർച്ചീഫ്. എന്തിയാ ടിഫിൻ ബോക്സ്? ഇവനൊരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചു, 299, 300 രൂപ. സ്റ്റീലിൻ്റെ ആക്കം, സ്റ്റീല്. കൊണ്ട് വെച്ചാൽ ഇനി ഓഫാക്കിയാൽ മതി. വേണ്ട, ഒന്നും ചെയ്യണ്ട. പപ്പായോട് പറയാം. പൂപ്പാടായി 6 മണിക്ക് പോയി. ഇപ്പം മണി ഇവിടെ വന്നാണ് 9:45, 10 മണിയായി. വീഡിയോ എഡിറ്റ് ചെയ്തില്ല, നടന്ന് പൂപ്പാട് വന്നു. ഷൂ വാങ്ങിച്ചില്ല. എന്ത് ഷൂ? അപ്പം വീഡിയോ നേരത്തെ നിങ്ങൾ കാണുകയൊക്കെ ചെയ്തതൊക്കെ ഉണ്ട്, അന്ന് എടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പം നിങ്ങൾക്ക് ബോറായെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.